ബസ്സിൽ വെച്ച് ലൈംഗികാതിക്രമത്തിനിരയായ പെൺകുട്ടിയെ ബസ് ജീവനക്കാർ വഴിയിലിറക്കി വിട്ടു. പെൺകുട്ടിയെ കടന്നുപിടിച്ചയാളെ രക്ഷപ്പെടാനും സഹായിച്ചു. ബസ് പിന്നീട് നാട്ടുകാർ തടഞ്ഞിട്ടെങ്കിലും പോലീസ് എത്തിയിട്ടും അന്വേഷണത്തിന് മുതിരാതെ കൈയൊഴിയാൻ ശ്രമിച്ചതായും നാട്ടുകാർ ആരോപിക്കുന്നു. വളാഞ്ചേരിയിൽ ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിയോടെയാണ് സംഭവം. കോട്ടക്കലിൽ നിന്ന് വളാഞ്ചേരിയിലേക്ക് വരികയായിരുന്ന ദോസ്ത് എന്ന സ്വകാര്യ ബസ്സിലാണ് 15-കാരി ലൈംഗികാതിക്രമത്തിന് ഇരയായത്. സഹപാഠികളെല്ലാം അതാത് സ്റ്റോപ്പിലിറങ്ങിയ ശേഷം ഒറ്റയ്ക്കായ പെൺകുട്ടിയെ പിന്നിൽ നിന്ന് ഒരാൾ കയറി പിടിക്കുകയായിരുന്നു. ഇക്കാര്യം പെൺകുട്ടി ബസ് ജീവനക്കാരോട് കരഞ്ഞു പറഞ്ഞെങ്കിലും ഒന്നും കേൾക്കാൻ നിൽക്കാതെ ബസ് ജീവനക്കാർ പെൺകുട്ടിയെ വഴിയിൽ ബസ് സ്റ്റാൻഡ് എത്തുന്നതിന് മുൻപുള്ള റിലയൻസ് പെട്രോൾ പമ്പിന് മുന്നിൽ ഇറക്കിവിടുകയായിരുന്നു. പെൺകുട്ടിയെ കടന്നുപിടിച്ച ആളുമായി സ്റ്റാൻഡിലേക്ക് പോയ ബസ് ജീവനക്കാർ ഇയാളെ സ്റ്റാൻഡിലിറങ്ങി രക്ഷപ്പെടാൻ സഹായിക്കുകയും ചെയ്തു. തുടർന്നാണ് നാട്ടുകാർ വിഷയത്തിൽ ഇടപെട്ടത്. വഴിയിൽ കരഞ്ഞുകൊണ്ടു നിന്ന പെൺകുട്ടി നാട്ടുകാരോട് വിവരമറിയിക്കുകയും വളാഞ്ചേരിയിൽ നിന്ന് തിരിച്ചു വരികയായിരുന്ന ബസ് നാട്ടുകാർ തടയുകയുമായിരുന്നു. നാട്ടുകാർ അറിയിച്ചതിനനുസരിച്ച് പോലീസും സ്ഥലത്തെത്തി. എന്നാൽ കാര്യമായ ഒരു അന്വേഷണത്തിന് പോലും മുതിരാതെ പോലീസും പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയെന്ന് പറഞ്ഞ് വേഗത്തിൽ നടപടി അവസാനിപ്പിക്കാനാണ് ശ്രമിച്ചതെന്നും ആക്ഷേപമുണ്ട്. കോട്ടക്കൽ ചങ്കുവെട്ടിയിൽ നിന്നാണ് വിദ്യാർത്ഥിനി സഹപാഠികൾക്കൊപ്പം ബസ്സിൽ കയറിയത്. തുടർന്ന് വളാഞ്ചേരി യാറാമാളിന് സമീപം സുഹൃത്തുക്കളെല്ലാം ഇറങ്ങിയതിനു പിന്നാലെയായിരുന്നു അതിക്രമം. പ്രതിയെ വളാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ ഇറക്കിവിട്ടെന്നും ബസ് യാത്രക്കാർ പറഞ്ഞു. സംഭവത്തിൽ പ്രതിയെ കയ്യിൽ കിട്ടിയിട്ടും സ്വന്തം താൽപര്യം നോക്കിയ ബസ് ജീവനക്കാർക്കെതിരെ പ്രതിഷേധത്തിലാണ് നാട്ടുകാർ. ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി. BSc ഒപ്റ്റോമെട്രി ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. ഇതൊരു പ്രാക്ടിക്കൽ ഓറിയന്റഡ് കോഴ്സും കൂടിയാണ്. ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ടൊരു മേഖലയും കൂടിയാണ്. അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു, എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു. We are very happy to be the part of Al Salama Optometry College.